എൻ്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെന്റിൽ കണ്ടിട്ടില്ല. 24-ന് ശേഷം കേരളത്തിൽ ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ നടക്കുന്നത് നവകേരള സദസ് എന്ന പേരിൽ 40-50 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് നാണക്കേടാണ്. നിങ്ങളൊരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഈ നവകേരള സദസ്സിന്റെ ചെലവ് എങ്ങനെയാണ് എടുത്തത്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ബസ് ഓടിച്ചു പോയിട്ട് 20 മന്ത്രിമാർ ജനങ്ങളെ ഫേസ് ചെയ്യാണ്. അന്ന് ഗവൺമെന്റിൽ ഇറങ്ങിയ ഉത്തരവിൽ വളരെ വിചിത്രമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനായിട്ട് സബ് കളക്ടർമാരും കലക്ടർമാരും അവിടെയുള്ള ക്വാറിക്കാരുടെ കയ്യിൽ നിന്നും പെട്രോൾ ബങ്കുകാരുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ട് മൃഷ്ടാന്ന ഭോജനം വാങ്ങി കൊടുക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് നടപ്പിലാക്കിയ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണാൻ പറ്റുമോ? 250 കോടി കേരള സർക്കാർ കടമെടുത്ത കിഫ്ബിയുടെ പണം കൊണ്ട് ഇക്കണ്ട ഹോർഡിങ്സും ബാനറുകളും കിഫ്ബിയുടെ യന്ത്രമനുഷ്യനും അതുപോലെ തന്നെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ചുള്ള പരസ്യങ്ങളും സംപ്രേഷണം ചെയ്യാനുള്ള തൊലിക്കട്ടി, അതിനുള്ള കന്മഷ, അത് കാണിക്കാനുള്ള എന്താ പറയാ ഉളുപ്പില്ലായ്മ, അതിന് ജനങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇക്കണ്ട ഫിഗേഴ്സിൽ ഇൻവോൾവ് അല്ല. പൂർണ്ണ തിരസ്കാരമാണ് 4-ാം തീയതി വരാൻ പോകുന്നത്. 13 ഇനങ്ങൾക്ക് സബ്സിഡി വിതരണം നടത്തുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3300 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ കർഷകർക്ക് 240 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ മരുന്ന് വിതരണക്കാർക്ക്, മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വിതരണം ചെയ്യുന്നവർക്ക് 500-ലധികം കോടി രൂപ കൊടുക്കാനുണ്ട്. നമസ്കാരം. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, നിങ്ങൾ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകണം. ഇത് എൻ്റെ വാക്കല്ല. മുഖ്യമന്ത്രിയുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോകാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പരസ്യമായി ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് തുറന്ന് അടിച്ചത്. സാധാരണഗതിയിൽ ഭരണം മാറുന്ന അവസരത്തിൽ ഒരുപക്ഷെ ഭരണാധികാരികളെ തള്ളിപ്പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്ക് നേർ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഭരണ നിർവഹണ സമിതിയിൽ അംഗമായ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായ IAS ഉദ്യോഗസ്ഥനായ ബി അശോക് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. നവകേരള സദസ് എന്ന് പറഞ്ഞ് നടത്തിയ ധൂർത്തിന്റെ മാമാങ്കത്തെക്കുറിച്ചും ഖജനാവിൽ 10 പൈസ ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ 250 കോടി രൂപയോളം കടമെടുത്തുകൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് നാട് നീളെ മുഖ്യമന്ത്രിയുടെ കൂറ്റൻ ഫ്ലക്സുകൾ അടിച്ചു വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടി കാണിച്ച കെടുകാര്യസ്ഥത, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക എന്നിങ്ങനെ കേരളത്തിലെ അഴിമതിയുടെ അരാജകത്വത്തിന്റെ കൃത്യമായ കണക്കുകൾ തന്നെയാണ് ബി അശോക് പുറത്തുവിട്ടത്. കേരളത്തിൽ ഇന്നേ വരെ ഇതുപോലെ നാറിയ ഒരു ഭരണം ഉണ്ടായിട്ടില്ല എന്ന് IAS ഉദ്യോഗസ്ഥനായ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായ ബി അശോക് തുറന്നടിക്കുമ്പോൾ അത് പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ പരിച്ഛേദമായി മാറുന്നു. അഥവാ ഒരു സർക്കാരിന്റെ ജീർണത ഇത്ര കണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ സർക്കാരിന്റെ ഭാഗമായ മറ്റൊരു ഉദ്യോഗസ്ഥൻ, തൻ്റെ ഇടമുള്ളൊരു ഉദ്യോഗസ്ഥനെ നാളിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബി അശോകിന്റെ ഈ അഭിമുഖം കണ്ടപ്പോൾ ജനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെടുകാര്യസ്ഥതയുടെ അഴിമതിയുടെ ധൂർത്തിന്റെ പ്രതീകമാണ്, പര്യായമാണ് എന്ന് തന്നെയാണ് ബി അശോക് പറഞ്ഞു വയ്ക്കുന്നത്. ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കുവാൻ യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ലാത്ത ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്ന് ബി അശോക് പറഞ്ഞു കഴിയുന്നതിന് മുൻപ് തന്നെ ബി അശോകിന് സസ്പെൻഷൻ എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ കെയർ ടേക്കർ സംവിധാനം എന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്ന സസ്പെൻഷന് പുല്ലുവിലയാണ് താൻ കൽപ്പിക്കുന്നത് എന്ന് ബി അശോക് തുറന്നടിച്ചു. ഇതിന്റെ പേരിൽ താൻ ഒരു ട്രിബ്യൂണലിലും പരാതിയുമായി പോകാൻ പോകുന്നില്ല, തന്റെ സസ്പെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നിയമ നടപടികളുമായി താൻ പോകാൻ ഒരുങ്ങുന്നില്ല എന്ന് തന്നെയാണ് ബി അശോക് തുറന്നടിച്ചത്. ഈ കഴിഞ്ഞ 9-ാം തീയതി തന്നെ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന് സർട്ടിഫിക്കറ്റ് എഴുതി കൈ കൊടുത്തിരിക്കുന്നു, ഡിസ്മിസ് എഴുതി കൈ കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്
ബി അശോക് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു കെയർ ടേക്കർ സംവിധാനം എന്ന രീതിയിൽ നിലനിൽക്കുന്ന ഈ സർക്കാർ തനിക്കൊരു സസ്പെൻഷൻ ഓർഡർ അടിച്ച് കൈ തന്നാൽ താൻ അതിന് പുല്ലുവില കൽപ്പിക്കുന്നു. ഇനി ഒരു കാരണവശാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ ബി അശോകിന്റെ കാര്യം കട്ടപ്പുകയായിരിക്കും. ബി അശോകിന്റെ ഔദ്യോഗിക ജീവിതവും ഒരുപക്ഷെ ജീവിതവും തന്നെ നായ നക്കിയതിന് തുല്യമാകും എന്ന് തന്നെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഫലപ്രവചനങ്ങൾ സത്യമാവുകയാണെങ്കിൽ എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെ UDFന് വൻപിച്ച് ഭൂരിപക്ഷം ഉണ്ടാവുകയും ഭരണത്തിലെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ബി അശോകിനെതിരെ നടത്തിയിരിക്കുന്ന ഈ സസ്പെൻഷൻ ഓർഡർ റദ്ദാക്കുകയും ബി അശോകിനെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ഭരണ സംവിധാനത്തിനെതിരെ, അവരുടെ നയവൈകല്യങ്ങൾക്കെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ, അഴിമതിക്കെതിരെ, അരാജകത്വത്തിനെതിരെ, അക്രമത്തിനെതിരെ കൃത്യമായി തന്നെ പ്രതികരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ സാധിക്കില്ല. അതിന് നട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബി അശോക് IAS എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ തുറന്നടിച്ചത്. അതിനു മുമ്പ് പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു IAS ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും ഈ ധാരാളിത്തവും ധൂർത്തും അഴിമതിയും തുറന്നു കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. എന്നാൽ ബി അശോകിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ വന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ചില കാര്യങ്ങൾ തുറന്നടിച്ചത്. ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയാണ് തുറന്നടിച്ചത്. കേരളത്തിൽ പവർ കട്ടില്ലാത്ത കഴിഞ്ഞ 10 വർഷം എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പുഞ്ചിരിക്കുന്ന മുഖവുമായി കൂറ്റൻ ഫ്ലക്സ് ഉയർത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അനധികൃത പവർ കട്ട് നേരിടുന്നതിന് വേണ്ടി എന്ത് നടപടികളാണ് പിണറായി വിജയൻ കൈക്കൊണ്ടത് എന്നാണ് ബി അശോക് ചോദിച്ചത്. അതായത് കേരളത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായി ചൂണ്ടിക്കാണിക്കാവുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പവർ കട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് ഉയർത്തിയപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അനധികൃത പവർ കട്ട്, ലോഡ് ഷെഡിംഗ് നേരിടുന്നതിന് വേണ്ടി എന്ത് നടപടികൾ കൈക്കൊണ്ടു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ മന്ത്രിസഭാംഗങ്ങളും വെട്ടിവിറങ്ങലിച്ച് നിൽക്കുന്ന കാര്യമാണ് കാണാൻ കഴിയുന്നത്. മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടെന്നോണം ബി അശോക് ഏഷ്യാനെറ്റിൽ വന്ന് നിന്നുകൊണ്ട് പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എന്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെന്റിൽ കണ്ടിട്ടില്ല. 24-ന് ശേഷം കേരളത്തിൽ ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ നടക്കുന്നത് നവകേരള സദസ് എന്ന പേരിൽ 40-50 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് നാണക്കേടാണ്. നിങ്ങളൊരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഈ നവകേരള സദസ്സിന്റെ ചെലവ് എങ്ങനെയാണ് എടുത്തത്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ബസ് ഓടിച്ചു പോയിട്ട് 20 മന്ത്രിമാർ ജനങ്ങളെ ഫേസ് ചെയ്യാണ്. അന്ന് ഗവൺമെന്റിൽ ഇറങ്ങിയ ഉത്തരവിൽ വളരെ വിചിത്രമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനായിട്ട് സബ് കളക്ടർമാരും കലക്ടർമാരും അവിടെയുള്ള ക്വാറിക്കാരുടെ കയ്യിൽ നിന്നും പെട്രോൾ ബങ്കുകാരുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ട് മൃഷ്ടാന്ന ഭോജനം വാങ്ങി കൊടുക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് നടപ്പിലാക്കിയ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണാൻ പറ്റുമോ? അതായത് ജില്ലയിൽ സന്ദർശനത്തിന് പോകുന്നവർക്ക് പിരിവെടുത്ത് പൗരപ്രമുഖന്മാർക്ക് പാലിൽ കുതിർത്ത കശുവണ്ടി പരിപ്പ് രാവിലെ ടേബിളിൽ കൊണ്ട് വെച്ചു കൊടുക്കണം, മുറിയിൽ കൊണ്ടുചെന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. നിങ്ങൾ ഉത്തരവെടുത്ത് വായിച്ചു നോക്കൂ. ഉച്ചയ്ക്ക് ഉത്തരവ് കൊടുക്കുമ്പോൾ പക്ഷെ ഞാനിത് വായിച്ചിട്ട് പറഞ്ഞു, ഉത്തരവ് ഈ അത്താഴത്തിൽ നിന്നത് കാര്യമായി. അത്താഴത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവ് പറയാതിരുന്നത് വളരെ നന്നായി പോയി. കാരണം ഔചിത്യം അത്രയെങ്കിലും കാണിച്ചല്ലോ. 250 കോടി കേരള സർക്കാർ കടമെടുത്ത കിഫ്ബിയുടെ പണം കൊണ്ട് ഇക്കണ്ട ഹോർഡിങ്സും ബാനറുകളും കിഫ്ബിയുടെ യന്ത്രമനുഷ്യനും അതുപോലെ തന്നെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ചുള്ള പരസ്യങ്ങളും സംപ്രേഷണം ചെയ്യാനുള്ള തൊലിക്കട്ടി, അതിനുള്ള കന്മഷ, അത് കാണിക്കാനുള്ള എന്താ പറയാ ഉളുപ്പില്ലായ്മ, അതിന് ജനങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇക്കണ്ട ഫിഗേഴ്സിൽ ഇൻവോൾവ് അല്ല. പൂർണ്ണ തിരസ്കാരമാണ് 4-ാം തീയതി വരാൻ പോകുന്നത്. വലിയ തിരിച്ചടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിന് ശേഷം തന്റെ മുന്നണിയെ നയിക്കുന്ന
കേരളത്തിൽ മുഴുവൻ 500-ലധികം ഹോർഡിങ്ങുകളിൽ 30 അടി ഉയരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ലോഡ് ഷെഡിംഗ് കേരളത്തിൽ 10 കൊല്ലം ഞാൻ ഒഴിവാക്കി എന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ പവർ സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 250 മെഗാവാട്ട് കോൺട്രാക്ട് ചെയ്യാനുള്ള നിസ്സാരമായൊരു നടപടി പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇക്കണ്ട പബ്ലിക് റിലേഷൻ അഭ്യാസത്തിനെല്ലാം ശേഷം ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് ഇപ്പൊ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 13 ഇനങ്ങൾക്ക് സബ്സിഡി വിതരണം നടത്തുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3300 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ കർഷകർക്ക് 240 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ മരുന്ന് വിതരണക്കാർക്ക് മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വിതരണം ചെയ്യുന്നവർക്ക് 500-ലധികം കോടി രൂപ കൊടുക്കാനുണ്ട്.